അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായി 4 സോസേജാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞളും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി തേച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സോസേജ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് മാറ്റി അതിലേക്ക് തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ സബോള, 2 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമാണ്. ഇന്നലെ മോളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഓണാഘോഷ പരിപാടിയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളും കൂടി പോയിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ക്യാപ്സിക്കാണ്. ഇനി ഇതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടി പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം നല്ലതുപോലെ തന്നെ പച്ച ചുവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോസേജും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മസാലയുടെ ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്നാക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പുരട്ടാനായി 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1 സ്പൂൺ കോൺഫ്ലവറും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നെയ്യ് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ, ഓയിൽ എടുത്താലും മതി. ഓയിലിലേക്ക് ഇനി മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഏതെങ്കിലും ഒന്നെടുത്ത് കലക്കി വെച്ചാൽ മതി. കാരണം നമ്മൾക്ക് ഈ ചപ്പാത്തി ഓരോന്നും പരത്തി ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ഓരോ ഉരുളയും എടുത്ത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം ഞാനൊരു 4 ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ചപ്പാത്തിയും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ നെയ്യ് പരത്തി കൊടുക്കുന്നത്. ഒരു ചപ്പാത്തി വെച്ച് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ തന്നെ നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നതിന് ശേഷം ഓരോന്നും വെച്ച് അങ്ങനെ 4 എണ്ണം ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മളിത് വീഡിയോയിൽ കാണുമ്പോൾ കരുതും ഒരുപാട് ടൈം വേണമെന്ന്. പക്ഷേ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുന്ന ടൈമും പിന്നെ ആ മസാല ഒന്ന് വഴറ്റിയെടുക്കുന്ന ടൈമും മതി. പിന്നെ ഞാൻ സോസേജ് എടുത്തത് ഇവിടെ ഗൾഫിലാകുമ്പോൾ സോസേജ് എപ്പോഴും ഉണ്ടാവുമല്ലോ, അത് കാരണമാണ്. നമ്മൾ നാട്ടിലേക്ക് ആകുമ്പോൾ മുട്ട വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ഇതുപോലെ തന്നെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തൊന്നും കൂടെ നെയ്യ് പുരട്ടി വേണം റോൾ ചെയ്തെടുക്കാൻ. ഇനി ഇത് ഓരോ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. മക്കൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വേണമല്ലോ കഴിക്കാൻ, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതിന് പ്രത്യേക ഒരളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കൈ വെച്ചൊന്ന് അമർത്തിയതിന് ശേഷം ഒന്നും കൂടി ചെറുതായി പരത്തി അതിൻ്റെ നടുവിലായി ഫില്ലിങ് വെച്ച് കൊടുക്കാം.
പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ പൊറോട്ടക്കൊക്കെ ലെയർ ഉള്ളതുപോലെ തന്നെ ലെയറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായി ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും മടക്കിയെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കിയെടുക്കാം. ബാക്കിയുള്ള ഉരുളകളും പരത്തിയതിന് ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല ഡിസ്റ്റർബ് ഉണ്ട്, കാരണം പുറത്ത് നല്ല കാറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ജനൽ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലതും ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നില്ല തോന്നുന്നുണ്ട്, വ്യൂസൊക്കെ വളരെ കുറവാണ്. എന്നാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പരന്ന പാനായത് കാരണം ഞാൻ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വശം ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്, കാരണം നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ. കഴിക്കാനൊക്കെ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കഴിക്കാൻ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കഴിക്കാൻ. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.